ആൻഡ്രോസ്, ഒരുപാട് കാലം കൊണ്ട് എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹം എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന്. എനിക്കറിയില്ല എന്തായി തീരുമെന്ന്. ഞാൻ പോയിട്ട് വരാച്ചോ. ആൻഡ്രൂസേ, പോയിട്ട് വാടാ നീ. എല്ലാം നല്ലതായേ വരും. പപ്പ, നീ ഇടയായിട്ട് ആവശ്യമില്ലാതെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് ഹാന. യു ബെറ്റർ സ്ലീപ്പ് വെൽ. നീ പറയുന്ന ഞാൻ മനഃപൂർവ്വം സ്വപ്നം കാണുന്നതാണോ? എന്നല്ല, ബട്ട് യു നീഡ് ടു ഡു സംതിങ് ടു ഫിക്സ് ദിസ്. അത് ശരി. ഓഹോ, അപ്പൊ എനിക്ക് കോഫി മാത്രമേ ഉള്ളൂ? അതിന് നീ കോഫി മാത്രം മതി എന്നല്ലേ പറഞ്ഞത്? അത് ശരി, അങ്ങനെ പറഞ്ഞെന്ന് വെച്ച്. ചേട്ടാ, എനിക്ക് സ്വപ്നം കാണാനും പറ്റത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ പറഞ്ഞാലേ തരത്തുള്ളൂ. എന്നാ പിന്നെ 50-50 നീ ഇത് കഴിക്കാം. എനിക്ക് വേണ്ട. ഹാന, രാവിലെ തന്നെ എൻ്റെ പേര് പിണങ്ങണോ? ഐ ക്യാൻ മേക്ക് സംതിങ് സ്പെഷ്യൽ. എനിക്കറിയില്ല ജസ്റ്റിൻ, ചിലപ്പോൾ ഇതെൻ്റെ തോന്നലായിരിക്കാം. പക്ഷെ പപ്പയ്ക്ക് എന്നോട് എന്തോ പറയാനുള്ളത് പോലെ. എനിക്ക് മനസ്സിലാവും ഹന്ന നിന്റെ ഫീലിങ്സ്. പിന്നെ കുന്തം മനസ്സിലാവും. നീ തൽക്കാലം സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. But I've got something for you. Arabic chocolate. Ta-da! ഈ മധുരം കഴിച്ച എല്ലാം ശരിയാവുമെന്ന് ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. കെടാതെയാളും ചേരാതിന്നാളം പടർന്നെന്നുയിരിനുള്ളില തൊടാതെ നീളും കിനാവിന്നോളം അലിഞ്ഞെൻ നെഞ്ചിൽ നിന്നീതാ പാരാകെയൊഴുകും കാറ്റിൽ നിറയുന്നിതാ നിൻ ഗന്ധം വിടരുന്ന പനിനീർപ്പൂവിൽ തേൻ നുകരും ശലഭം ഞാൻ ശരാബിൻ നീരും തോൽക്കുമീ സരൂദിൻ നീണം ആണു നീ ശരാബിൻ നീരും തോൽക്കുമീ സരൂദിൻ നീണം ആണു നീ.
ഹാനയല്ലേ? അതെ. എനിക്കറിയാം. എന്നെ എങ്ങനെ മനസ്സിലായി? കാസലല്ലേ വർക്ക് ചെയ്യുന്നത്? യാ. എൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു അവർ. ഓ റൈറ്റ്. ഓക്കെ, താങ്ക് യു. ശരാബിൻ നീരും തോൽക്കുമീ സരോദിൻ നീണം ആടുനീ. ശരാബിൻ നീരും തോൽക്കുമീ സരോദിൻ നീണം ആടുനീ. ഇളങ്ങും പെണ്ണിവൾ കണ്ണുകളാൽ കൊടുക്കും മലശരമതിലും തുറന്നു ഹൃദയ കവാടങ്ങൾ. ചിലമ്പും കുരിശിനാദം പോൽ ചിരിക്കും മഴകിൻ ചേലായി നിറഞ്ഞു മനസ്സിൻ കൂടാരം. മോളെ, അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ എന്താണ് മോളുടെ പപ്പയെ പറ്റി ഞാൻ ഇതുവരെ ഒന്നും പറയാത്തതെന്ന്? എനിക്കറിയായിരുന്നു മോളെ, എന്നെങ്കിലും നീ എന്നോട് ഈ കാര്യം ചോദിക്കുമെന്ന്. ഞാൻ ചോദിക്കാനിരുന്നല്ല അച്ഛാ, പക്ഷെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കതറിയണം. എൻ്റെ പപ്പ ആരാ, എൻ്റെ മമ്മ ആരാന്ന്. നീ പറയണതാ ശരി മോളെ. ഇന്ന് നീ എല്ലാ സത്യങ്ങളും അറിയണം. നിന്റെ പപ്പ ആരാണെന്നറിയണം, നിന്റെ മമ്മ ആരാണെന്ന് നീ അറിയണം. സർ, കാസയുടെ ഡീൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫിലിപ്പേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സാർ എന്താ ഉദ്ദേശിച്ചേ? ഞാൻ ഉദ്ദേശിച്ചതും നിനക്ക് പറയാനുള്ളതും നിന്റെ മുഖത്തുണ്ട്. സർ, ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കാസയുടെ ലൈസൻസ് ഉപയോഗിച്ച് ഡൊമിനിക് നമ്മളറിയാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം എവിഡൻസ് ആണത്. ഡൊമിനിക്ക് മാത്രമല്ല, സാറേ, നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനും കംപ്ലൈൻ്റ് ഉണ്ട് സാർ. നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്യണം. ഫിലിപ്പേ, വണ്ടി എടുക്കാം.
ഒന്ന് ഒരു ഇഞ്ച് പോലും ഇട്ടക്കാനങ്ങ്. ഡൊമിനിക്കിന്റെ ഒരു കൺസൈൻമെന്റ് പോലും ഇനി ഈ വഴി കടന്നു പോരുത്. ഓക്കെ സാർ. ഇറങ്ങണ പുറത്ത്. ഓടോ. ഡൊമിനിക്, അയ്യോ ഡൊമിനിക്, എനിക്ക് എന്താ ഇത്? തൊട്ടുപോലെ തന്നെ. നിന്നോട് അന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിർത്തിക്കൊള്ളണമെന്ന്. ആരുമില്ലാടോ ഇയാളെ ഇവിടുന്ന് പിടിച്ചു മാറ്റാൻ. സാർ. Oh no. ആൻഡ്രൂസേ, നിർത്ത്. നിന്നോട് നിർത്താനാ ഞാൻ പറഞ്ഞേ. ദൈവത്തെ ഓർത്ത് നീ ഒന്ന് അടങ്ങ്. നീ കാണിക്കുന്നത് ശരിയല്ല. എന്ത് ശരിയല്ലെന്ന് അച്ഛൻ പറയുന്നത്? നമുക്ക് സംസാരിക്കാം. നീ ഒന്ന് വന്ന് വണ്ടിയിലോട്ട് കയറ്. സാർ പ്ലീസ്. നിനക്കെന്താ വട്ടായോ? എന്താ ചായ? ഇതെന്താ ഷർട്ടിലൊക്കെ ഇരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ പറയാം. നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. ഇല്ല, എനിക്കറിയണം എന്താ പറ്റിയെന്ന്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടനെങ്കിലും പറ, എന്താ കാര്യം? മോളെ മീര, നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. നീ വിഷമിക്കാതെ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. ശരി. നീ എന്ത് തെമ്മാടുത്തരാ ആൻഡ്രൂസ് എന്ന് അവിടെ കാണിച്ചത്? ഒന്നുമല്ലെങ്കിലും ഡൊമിനിക്കിന് എന്തോ ബിസിനസ് ഡീൽ നടക്കുന്ന ദിവസമായിരുന്നു. ചുമ്മാ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചും. അച്ഛൻ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ? ഇവനൊക്കെ വേണ്ടി ഞാൻ കുറെ സഹിച്ചു. കുറെയൊക്കെ ഞാൻ കണ്ടില്ലെന്ന് അടിച്ചു. പല തവണ ഞാൻ താക്കീത് കൊടുത്ത. ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവന് മാത്രമല്ല, അവന്റെ ഭാര്യയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവൾ ഒറ്റ ഒരുത്തിയാ എല്ലാറ്റിനും കാരണം. ഡൊമിനിക്കിനെ അവളാ ഇളക്കി വിടുന്നത്. അവൾക്കുള്ള ദേഷ്യത്തിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. എല്ലാം ചെയ്തു വെച്ചിട്ട് വീടില്ലച്ചോ, ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ആൻഡ്രൂസേ,
എനിക്കെല്ലാം അറിയാം. കളിക്കൂട്ടുകാരായിരുന്നപ്പം മുതൽ എനിക്ക് നിന്നെ അറിയാം, ഡൊമിനിക്കിനെയും അറിയാം. നീ എന്തൊക്കെ അവന് ചെയ്തിട്ടുണ്ടെന്നും അറിയാം. പക്ഷെ അതിൻ്റെ വിവരം ബുദ്ധി അവനില്ലല്ലോ. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന എൻ്റെ പെങ്ങളെ, നിന്റെ കുഞ്ഞിനെ വിട്ട് കളയടാ ആൻഡ്രൂസേ. അച്ചോ, ഞാൻ എല്ലാം ക്ഷമിച്ചതാ. പക്ഷെ അവൻ പിന്നെയും ഈ ചേട്ടനനിയന്മാര് വഴക്കൊന്ന് നിർത്തിക്കൂടെ അച്ചായ? എത്ര നാളായി? നമുക്കൊരു മോളുള്ളതല്ലേ, അവളിതൊക്കെ കാണുമല്ലേ. ഇതിനാണ് എനിക്കൊരു ജീവൻ തന്നെ. ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ നിമിഷം ഇച്ചായനാണ് ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അതൊന്നും ഓർക്കാതെ കൂട്ടിക്കങ്ങോട്ട് കൂട്ടിക്കടി, കൂട്ടിക്കാൻ കുടിക്കടി. നിന്നോടല്ലേ പറഞ്ഞ കുടിക്കാൻ. മീര, അച്ചായ കാണ്ടും സംസാരിക്കണമെന്ന് വിളിച്ചു വരുത്തിട്ട്. ആരാടാ നീയൊക്കെ? ഇറങ്ങി പോടാ എന്റെ റൂമിൽ നിന്ന്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണായിട്ടിരിക്കുന്നിടത്ത് നിനക്ക് എന്നടാ കാര്യം? ഇറങ്ങി പോടാ. അതെടാ, പോകാൻ തന്നെ വന്നത്. പക്ഷെ അതിനു മുമ്പ് നിനക്കിട്ടൊരെണ്ണം തന്ന് ഇവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും. നീ പോടാ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇവിടെ ഇതൊക്കെ തന്നെ നടക്കുന്നു. നിന്നെപ്പറ്റി അവളുടെ ചേട്ടൻ, എന്റെ കൂട്ടുകാരൻ, അറിയാൻ കുറച്ച് വൈകിപ്പോയടാ. എന്താ ഇവിടെ ചേട്ടാ? എന്താ പറ്റിയേ? എന്താണിത്? ചേട്ടായി, ചേട്ടായി എന്നാണ് ഇവിടെ എന്തായി കാണിക്കുന്നേ? കല്യാണം ഉറപ്പിച്ചവരല്ലേ ഇവര്? ഡൊമിനിക്കേ, നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. യെസ് മാൻ, ഐ ഓൺലി കോൾഡ് ഹിയർ. വി ആർ ഗെറ്റിംഗ് മാരീഡ്. യു നോ, സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തു, പിന്നെ ഒന്ന് തൊട്ടു. ഏയ്, വാട്ട്സ് ദ പ്രോബ്ലം ഫോർ യു മാൻ? താൻ തൊട്ടത് മാത്രമേ ഉള്ളൂ, പിന്നെ എങ്ങനെ ഇവളുടെ ഡ്രസ്സ് ഇങ്ങനെ ആയത്? ആൻഡ്രൂ സാർ, ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമുക്ക് ഇയാളെ കോർട്ടിൽ കയറ്റും. പിന്നെ നീ കോർട്ടിൽ കയറ്റുമെന്ന്? എന്റെ ചേട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണോ ഇവള്? ഒന്ന് കാണാൻ തോന്നി സംസാരിച്ചിരുന്നപ്പോ അതിനിപ്പോ എന്നാ കുഴപ്പമാണെന്നാ? അതിനാണോ ഇങ്ങനെ എന്റെ ചേട്ടനെ തള്ളി ചതച്ചത്? ഇയാളെ ആയിരിക്കും ഞാൻ കോർട്ടിൽ കയറ്റാൻ പോകുന്നത്. ഡാ, നീ ഇവളെ വിളിച്ചോണ്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. വിളിച്ചോണ്ട് പോകുന്നൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷേ അതിനു മുമ്പ് മീര, മോളെ മീര, എന്താ പറ്റിയത്? ആൻഡ്രൂസേ, എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല ചോ, നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. നിങ്ങളെ ആരെ ഇങ്ങോട്ട് പോയി വിളിച്ചേ? സാറിനെ വിളിച്ചിട്ട് കിട്ടാത്തപ്പോ ഞാനാ അച്ഛനെ വിളിച്ചത്. ഇവനൊക്കെ വേണ്ടി കരഞ്ഞാ നമ്മളെ മണ്ടന്മാരാവുന്നത്. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. പറയാൻ എളുപ്പമാണ് ആൻഡ്രൂസേ, ഞാൻ കുറച്ചുകൂടി അന്വേഷിക്കണമായിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാ. ചേട്ടനാണെങ്കിലും ഒരച്ഛനെ പോലെയാ ഞാൻ എൻ്റെ പെങ്ങളെ വളർത്തിയത്. എൻഗേജ്മെന്റ് കഴിഞ്ഞ കുട്ടിയാ. ഇപ്പോ അവക്കവനെ വേണ്ടെന്നാ പറയുന്നത്. ഞാൻ എന്താ ആൻഡ്രൂസേ ചെയ്യേണ്ടേ? കൂട്ടുകാരനോടുള്ള കടപ്പാടോ പ്രായച്ചിത്തോ ഒന്നുമല്ല. നിനക്കെന്നെ വിശ്വാസമാണെങ്കിൽ, ഇവൾക്കെന്നെ ഇഷ്ടമാണെങ്കിൽ, ദേ ഞാൻ നോക്കൂളെ. ഒരിക്കലും സ്വന്തമാകില്ല എന്ന് കരുതി എൻ്റെ മനസ്സിൽ മാത്രം കൊണ്ടു നടന്ന
ഒരിഷ്ടമുണ്ടായിരുന്നു നിന്നോട്. കുട്ടിക്കാലം മുതൽ കൂടെ നടന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മാനസാന്തരപ്പെട്ട അച്ഛൻ പട്ടം സ്വീകരിച്ചപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി അവൻ്റെ പെങ്ങളെ ചോദിക്കാനൊരു മടി. പക്ഷെ ഇന്ന് ആൻഡ്രൂസിന് നിന്നോട് ധൈര്യമായിട്ട് ചോദിക്കാം. എൻ്റെ കൂടെ ഒരുമിച്ച് നടക്കാൻ ഇഷ്ടമാണെങ്കിൽ, നിന്റെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എന്നോട് പങ്കുവെക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഇപ്പോ ഈ നിമിഷം പോരാം നിനക്കെൻ്റെ കൂടെ. മറുപടി പറയേണ്ടത് നീയാണ്. ഇച്ചായ, ഞാൻ പറഞ്ഞത് കേട്ടോ? സാറാ, തൊട്ടുപോകരുത് തന്നെ. ഇന്ന് ഇവിടെ നടന്നതിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. എന്നിട്ട് എന്നോട് മിണ്ടാൻ വന്നാ മതി. നാശം. അപ്പം വരാൻ പറഞ്ഞ എന്തിനാ? വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടാവും. ആൻഡ്രൂസേ, ഡൊമിനിക്കേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യത്തിനുള്ളത് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ ഡൊമിനിക്കേ, ഞാൻ ഈയിടെയായി കേട്ടത് മുഴുവൻ നിന്നെ പറ്റിയാ. നിർത്തിക്കോ നിന്റെ അഭ്യാസം. നിന്റെയൊക്കെ തന്ത ലൂയിസ് പാറപ്പറമ്പത്താണെങ്കിൽ പറയുന്നതേ നടക്കൂ, ഇല്ലെങ്കിൽ ഞാൻ നടത്തിക്കും. മനസ്സിലായോ രണ്ടിനും? രണ്ടിന്റെയും തല്ലും വഴക്കും ഞാൻ അറിയുന്നില്ല എന്ന് കരുതണ്ട. തന്നത് മുഴുവൻ തിരിച്ചെടുക്കാൻ എനിക്കറിയാൻ മേലഞ്ഞിട്ടുമല്ല, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. നീ ഒന്നും പറയണ്ട. പാറേപ്പറമ്പത്ത് കുടുംബത്തിന് ഒരു നിയമേ ഉള്ളൂ. മൂത്തവൻ പറയും, നീ അനുസരിക്കണം. ആൻഡ്രൂസ് ആണ് മൂത്തവൻ. അവൻ പറയും നീ എന്തു ചെയ്യണമെന്ന്. ആ നിയമം അനുസരിച്ച് പോവാമെങ്കിൽ മാത്രം നിനക്ക് ബിസിനസ് നടത്താം. നിന്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ നിനക്ക് കിട്ടിയിരുന്ന സപ്പോർട്ട് ഇനി നിനക്കില്ല. ഇവിടെ എന്റെ നിയമമാണ്, ഈ ലൂയിസ് പാറപ്പറമ്പത്തിന്റെ നിയമം. അത് അമ്മയായാലും മക്കളായാലും ഇനി ഒരിക്കൽ കൂടി ഈ കാര്യത്തിന് വേണ്ടി നിന്നെ എനിക്ക് വിളിപ്പിക്കേണ്ടി വരരുത്. പോയിക്കോനെ മുമ്പിൽ നിന്ന്. ആൻഡ്രൂസേ, നിക്കേ, ഡൊമിനിക്കിന് പോവാം. ഡൊമിനിക്കേ, താനാകെ അവശനായല്ലോടോ ഒറ്റ ദിവസം കൊണ്ട്. തലയ്ക്ക് മീലെ വളർന്നാൽ മരമായാലും ചെടിയായാലും വെട്ടിക്കളയണമെന്ന് പണ്ടാരോ പറഞ്ഞിട്ടില്ലേ? ഇല്ലെങ്കിൽ പണി കിട്ടും. തൻ്റെ അവസ്ഥ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. തനിക്ക് ആളില്ലെങ്കിൽ പറ, ഞാൻ ഇറക്കിത്തരാം. താൻ തൻ്റെ ചേട്ടൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് ബിസിനസ് നടത്തിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ടല്ലേടോ അയാൾ കണ്ടുപിടിച്ചത്. പൊട്ടിച്ച് കളഞ്ഞില്ലേടോ $1 മില്യൺ ബിസിനസ്. നഷ്ടം തനിക്ക് മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്ത എനിക്കും ഉണ്ട്. അയാൾ ഭാര്യയെ പോലും ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നഷ്ടപ്പെടുത്തുന്നതിൻ്റെ വേദന അറിയിച്ചു കൊടുക്കണ്ടേളൂ അയാളെ. ഓഫറിന് നന്ദി, പക്ഷേ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടെ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് എൻ്റെ അപ്പൻ്റെ ശകാരം, എൻ്റെ ചേട്ടൻ്റെ ശകാരം, പിന്നെ ഭാര്യയുടെ, ഇപ്പതാ എൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഇനിയുള്ള കളികളിൽ എനിക്ക് ജയിക്കണം. ഇവിടെ തോക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ജയിക്കണം. ഇച്ചായ, ഞാനെല്ലാം നിർത്തണമെന്ന് പറഞ്ഞത് വിഷമായോ? നീ പറഞ്ഞതാണ് മീര ശരി.
ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ മനസ്സിലിട്ട് ചിന്തിച്ച കാര്യം തന്നെ നീ പറഞ്ഞത്. ഇനിയുള്ള ജീവിതം നിനക്കും കുഞ്ഞിനും മാത്രമുള്ളതായിരിക്കും. പിന്നെ ഇന്നു മുതൽ ആൻഡ്രൂ ശ്രമിക്കാനും പൊറുക്കാനും തുടങ്ങുക. നിനക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. വെള്ളാരം കൂടാകെ കനവുകൾ നിറഞ്ഞേ താലോലം ആലോലം തഴുകിയണയൂ നീ എന്നിലാകവെ നിൻ ശ്വാസം ജീവനാകുമ്പോൾ ചെറുമൺചിരാതുകളിൻ വീതിയിൽ നാളമാകുമ്പോൾ പുതുപുലരി വിരിയുകയാ നവകിരണമണിയുകയാ വെള്ളാരം കൂടാതെ കനവുകൾ നിറഞ്ഞേ താലോലം ആലോലം തഴുകിയണയൂ ഉതിരുമൊരു തരി പൊൻവേലിന്നരിയ മൃദു സങ്കേതമായി കതിരണിഞ്ഞ കിനാവുകൾ എൻ ഹൃദയ വീണതൻ താളമായി അലയുമൊരു ചെറുതെന്നലിന്നലിവോടെയൊന്നു പുണരവേ പുളകമണിയുമൊരാവിൻ മതിപ്പോ നിലാവ് പൊഴിക്കയാ ഇനി കാലമെല്ലാം കാവലായി ചെറുകൂടി നിന്നൊരു നാഥനായി ചേർത്തു വയ്ക്കാം ചിറകിനുള്ളിൽ ഞാൻ പതിയെ വെള്ളാരം കൂടാകെ കനവുകൾ നിറഞ്ഞേ താലോലം ആലോലം തഴുകിയണയൂ നീ എന്നിലാകവെ നിൻ ശ്വാസം ജീവനാകുമ്പോൾ ചെറുമൺചിരാതുകളിൻ വീതിയിൽ നാളമാകുമ്പോൾ ഈ ബർത്ത്ഡേ മോൾക്ക് ശരിക്കും ഒരു സർപ്രൈസ് ആയിരിക്കും അല്ലേ സാർ? നവകിരണമണിയുകയാ ഓ താങ്ക് യു വെള്ളാരം കൂടാതെ സാറും മാഡവും ഇന്ന് ശരിക്കും ഹാപ്പി ആണല്ലോ. താലോലം ആലോലം തഴുകിയണയൂ നീ. ഹലോ, ഈശ്വർ, ഐ വിൽ കം. ഓൾ റൈറ്റ്. എന്തു പറ്റി ചായ? ഒന്നുമില്ല, ലോറൻസാ വിളിച്ചത്. ഫാം ഹൗസിൽ എന്തോ ഡോറ് തുറന്നു കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നിങ്ങളുടെ പണി നടക്കട്ടെ. സർ, എവറിഥിങ് ഓക്കെ? ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഇറ്റ്സ് ഓക്കെ ഫിലിപ്പ്, യു ക്യാരി ഓൺ ഹിയർ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം. ഞാൻ രാത്രിക്ക് മുമ്പ് തിരിച്ചു വരും. ഞാനും വരുന്നു ചായ. എനിക്ക് മോൾക്ക് കൊടുക്കാൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. തിരിച്ചു വരുമ്പോൾ നമുക്കത് വാങ്ങിച്ചുകൊണ്ട് വരാം. മീര, നിനക്ക് തന്നെ പോയി വാങ്ങിച്ചൂടെ? അച്ചായൻ എന്തായാലും പുറത്തേക്ക് പോവല്ലേ, പിന്നെന്താ? മോള് വരാറാവുമ്പോഴേക്കും തിരിച്ചു വരാലോ. ആ ശരി, നീ ഡോറടയ്ക്ക്.
നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോ വരാം. ശരി. ജൂലിയോ, are you there? ഇവനിത് എവിടെ പോയി കിടക്കുന്നു? ലോറൻസ്, നീ എന്താ ആൻഡ്രൂസേ വിചാരിച്ചേ? ഭാര്യ ഒളിപ്പിച്ചു വെച്ചാ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്നോ? വിടണവളെ. നിനക്കൊക്കെ എന്നോടല്ലേ കണക്ക് തീർക്കേണ്ടത്? അവളെ വെറുതെ വിട്ടേക്ക്. വിടാൻ തന്നെയാടാ വന്നത്. എന്നാ പിടിച്ചോ. മീര, മീര മീര നമ്മുടെ മോള് മീര മീര ഇച്ചായ ഇച്ചായ എന്താ പെണ്ണെ പറ പറയേ. നമുക്കൊരു രാത്രി ഒരു സൈലന്റ് റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചു പോയാലോ? എന്നെ കൊണ്ടുപോവോ അങ്ങനെ? വൈകുന്നേരം കഴിഞ്ഞ് ഉറങ്ങുന്ന ആളെയും കൊണ്ടാ നൈറ്റ് ഡ്രൈവ്. ഇച്ചായ എണീക്ക്. ഇച്ചായ
മോളെ ആന, മോളെ ആന. ഹായ് മോളു. ആൻഡ്രൂ സർ, എന്താ സാറിത്? എല്ലാം മറന്നൂടെ? ഇത്രയും നാളായില്ലേ? മീര, ജീവിതം കൈവിട്ട് ദൂരെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കൂടെ വരണ്ടെന്ന്. നിനക്കൊന്ന് കേട്ടുകൂടായിരുന്നു? എന്ത്? ഞങ്ങൾക്കെല്ലാം ധൈര്യം തരുന്ന ആൾ ഇങ്ങനെ തളർന്നാൽ? ഞാൻ അവളുടെ കൂടെ ജീവിച്ചു തുടങ്ങായിരുന്നു. സ്നേഹിച്ച് കൊതി തീരും മുമ്പേ അവള് പോയി. എന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി. ഇത് ചെയ്തവനെ നമ്മൾ പൊക്കിയിരിക്കും. ഫിലിപ്പ് ഉണ്ടാവും കൂടെ. ഇല്ല ഫിലിപ്പേ, വീടില്ല അവന്മാരെ ഞാൻ. സർ പ്ലീസ്. ആൻഡ്രൂസ് ആരാന്ന് അവന്മാരെ അറിയും. സർ, സാർ എന്തായി കാണിക്കുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ഇപ്പൊ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട് സാർ, മോളുടെ കാര്യം. അതെ സാർ, അവർക്ക് ഇപ്പോഴും അറിയില്ല സാറിനൊരു മോളുള്ള വിവരം. നമുക്ക് മോളെ സേഫ് ആക്കണം. അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. പ്ലീസ് സാർ, നമുക്ക് സമയം വരും. സാർ തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കൂ. മോളുടെ കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അവൾ ഇങ്ങനെ വളർന്നത് സേഫ് അല്ല. അപർണ പറയുന്നതിലും കാര്യമുണ്ട് സാർ. നമുക്ക് മോളെ എത്രയും പെട്ടെന്ന് സേഫ് ആക്കണം. എന്താ ഇത്, നാശം പിടിക്കാൻ. രാവിലെ എടുക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. നീ എന്നോട് എന്താ ചെയ്തെന്ന് അറിയാമോടാ? മീര, നമ്മുടെ മോൾ
അതെന്താ അച്ഛാ ഇത്രയും നാളായിട്ട് എൻ്റെ പപ്പ ഒന്നെന്നെ കാണാൻ വരാതിരുന്നത്? മോളെ, ഈ ചോദ്യം ഞാൻ അവനോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കൃത്യമായ ഉത്തരം അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഹന്ന, നീ എന്താ ആലോചിക്കുന്നത്? ഞാനന്ന് പറഞ്ഞില്ലേ, എൻ്റെ പപ്പയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. അതെന്നെ പിന്നെയും പിന്നെ ഹോണ്ട് ചെയ്യുന്നു. നീ എന്തൊക്കെയാ പറയുന്നത് ഹന്ന? എല്ലാം വെറുതെ നിന്റെ തോന്നലാണ്. ആയിരിക്കാം. പക്ഷെ എൻ്റെ പപ്പയും അമ്മയും ദ്രോഹിച്ചവർ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അവരെൻ്റെ പിന്നാലെ ഉണ്ട്. ഞാൻ എന്ത് തീരുമാനം എടുത്താലും നീ എൻ്റെ കൂടെ കാണത്തില്ലേ? അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ ഹന്ന? നിന്റെ തീരുമാനങ്ങൾ നമ്മുടെ തീരുമാനങ്ങളല്ലേ? മോളെ ഹാന, മോളുടെ ജീവിതത്തിൽ ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനി അതോർത്ത് ജീവിക്കുന്നതിന് പകരം എല്ലാം മറന്ന് മുന്നോട്ട് പോകണം. നിങ്ങൾക്കൊരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കാനുള്ളതാ. ഞാനും ഹാനയോട് അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛാ. മോളെ, ഞാൻ അന്നൊരിക്കൽ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് പുതിയൊരു ഓഫർ സോഷ്യൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്? പക്ഷെ അതിന് ഇവിടുന്ന് കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വരും. ഹാന, ഞാൻ വിചാരിക്കുന്നത് നമുക്കെല്ലാവർക്കും കൂടി കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് അങ്ങ് മാറി നിന്നാലോ എന്നാ. അതാണ് അതിന്റെ ശരി. ഞാനും അച്ഛനോടത് പറയാനിരിക്കുകയായിരുന്നു. ഹാ, കൊള്ളാലോ. ടയേർഡാണ്, കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ ആളാ. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നോ? അച്ഛോ, ഞാൻ കയ്യിലെടുത്തോണ്ട് നടന്ന കൊച്ചല്ലേ ഹാന. ഞാൻ ഈ പ്രൊഫഷനിൽ വന്നതുപോലും ആൻഡ്രൂ സാർ ഉള്ളതുകൊണ്ടാ. അപ്പം അവൾക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്കെങ്ങനെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും? എന്തായാലും നാളെ വൈകിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങ്. എല്ലാത്തിനും ഒരു തീരുമാനമെടുക്കാനുള്ള സമയമായി. വാ വാ വാ, എനിക്ക് വേണ്ടി എല്ലാവരും ഒരു സ്ഥലത്ത് വെച്ച് തന്നെ കിട്ടുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്താ ഡൊമിനിക് നിനക്ക് വേണ്ടത്? ഒന്ന് സമാധാനപ്പെടുച്ചു. ഞാൻ ഈ പിള്ളേരോടൊന്ന് സംസാരിക്കട്ടെ. എടി കൊച്ചേ, കാര്യങ്ങളൊക്കെ നിനക്ക് നല്ല വെടുപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിനക്കൊരൊറ്റ ഓപ്ഷൻ ഞാൻ തരുവാണ്. ആ കൊടുത്തിരിക്കുന്ന കംപ്ലൈന്റ് പിൻവലിച്ചിട്ട് എങ്ങോട്ടാണെന്ന് പൊക്കോണം. മനസ്സിലായോ? ശരിയാണ്. എല്ലാവരെയും നല്ലോണം മനസ്സിലാക്കാൻ ഞാൻ ഇച്ചിരി താമസിച്ചു. നല്ലോണം അല്ല, ശരിക്കും നിന്നെ മനസ്സിലാക്കി തരാൻ തന്നെയാ വന്നത്. വലിഞ്ഞു കയറി വന്നിരിക്കുന്നു മോളാണെന്ന് പറഞ്ഞ്. എന്തു മോള്? എന്താ സാർ നീ ചുമ്മാ വെറുതെ? കൊച്ചിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഡൊമിനിക്കെ, വീട്ടിൽ കയറി വന്ന് അനാവശ്യം കാണിക്കരുത്. ഇതെല്ലാം നിർത്തിയിട്ട് ഇറങ്ങിപ്പോ. അതാണ് നിനക്ക് നല്ലത്. അതെ, എല്ലാം നിർത്താൻ വേണ്ടി തന്നെയാ വന്നത്. താൻ എന്താ അച്ഛനാടും? സ്വന്തം പെങ്ങളെ കൊലയ്ക്ക് കൊടുത്തു, കൂട്ടുകാരനെ രക്ഷിക്കാൻ പറ്റിയില്ല. ഇനി ഇവരെ രണ്ടുപേരും താൻ എത്ര കാലം രക്ഷിക്കും? ഒന്നോർത്തോ, ഡൊമിനിക്കിനൊന്നും നോക്കാനില്ല. ഡൊമിനിക്കെ, നീ ട്രൗസർ ഇട്ട് നടന്ന കാലം മുതൽ എനിക്ക് നിന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, പാറപ്പർവ്വത കുടുംബത്ത് ഡൊമിനിക് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്ക് എത്രത്തോളം ക്രൂരനാകാൻ പറ്റുമോ അത്രത്തോളം ആകാമെന്നാണ്. ദ്രോഹിക്കാൻ എനിക്ക് മടിയില്ല. അതിൽ താൻ വേദനിക്കുന്നത് ഞാൻ കണ്ട് രസിക്കും. വേണ്ടി വന്നാൽ തന്നെയും കൊന്നിട്ട് ഇതുപോലെ വന്ന് നിൽക്കും നിങ്ങളുടെ മുമ്പില്. പിന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം, പള്ളിയും പൊട്ടക്കാരും ഒരു പീറ വക്കീലും കൂടെ ഉണ്ടെന്ന് കരുതി ഡൊമിനിക്കിന് ഇട്ടുണ്ടാക്കാൻ വരരുത്. വെച്ചേക്കത്തില്ല ഒന്നിനെയും. മനസ്സിലായോ? അച്ചോ. മിസ്റ്റർ ഡൊമിനിക്, നിങ്ങളുടെ ഓവർ സ്മാർട്ട്നെസ് കാണിക്കുന്ന സ്ഥലമല്ല ഇത്. യു ബെറ്റർ ലീവ് ദിസ് പ്ലേസ്, അല്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അവളുടെ ഒരു പോലീസ് ഞങ്ങളുടെ കുടുംബത്തിന്റെ കാശ് കൊണ്ട് പഠിച്ച് ലോയറായിട്ട് ഞങ്ങളെ തന്നെ തിരിഞ്ഞ് കൊത്താൻ നോക്കുന്നോ? കൊള്ളാലോ നീ. സാറാ, മൈൻഡ് യുവർ വേർഡ്സ്. നിന്റെ കുടുംബത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. നിന്റെ ചേട്ടൻ കാണിച്ച പരിപാടികൾ മുതൽ ഞാനങ്ങ് പറഞ്ഞു തുടങ്ങും. എന്താ എന്താ നീ പറഞ്ഞേ? നീ എന്തു പറഞ്ഞു തുടങ്ങുമെന്ന്? എന്റെ ഈ കൈ കൊണ്ടായിരിക്കും നീ തീരാൻ പോകുന്നത്. നീ ലോയറാണെങ്കിൽ സോറയ്ക്കത്. മിസ്റ്റർ ഡൊമിനിക്,
നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും വിളിച്ചോണ്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതെൻ്റെ ഫാമിലിയും കൂടെയാണ്. ആൻഡ് ഹാന, ഷീസ് മൈ വൈഫ്. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. നിർത്തടാ മോനെ. നീ വെറുതെ വഴിതെറ്റി കയറി വന്നവനായി റേഞ്ചിലേക്കെന്ന് എനിക്കറിയാം. ഇവിടെ സ്വത്തും പണവും കണ്ടിട്ടാണ് നിന്റെ പോക്കെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും തീർക്കാൻ എനിക്ക് ഒരൊറ്റ കുഴി മതി. അതും അവിടെ തന്തയുടെ കുഴിമാടത്തിൽ തന്നെ. മനസ്സിലായടാ? ഒന്ന് പേടിപ്പിക്കാതെ പോണം മിസ്റ്റർ. തൻ്റെ കളി ഇനി ഹാനയോട് വേണ്ട. പുതിയ അവകാശി വന്നപ്പോൾ പേടിയായോ? എന്താ ചെറുക്ക, നീ വക്കീലിൻ്റെ വാക്കും അച്ഛൻ്റെ ഉപദേശവും ഇവിടെ സ്വത്തും കണ്ടിട്ടാ കംപ്ലൈന്റ് കൊടുത്തതെങ്കിൽ ആയുസ് ഒടുങ്ങാതെ തീർന്നു കൊള്ളടാ മോനെ നീ. ഇവിടെ നമുക്ക് പോകാം. ഇതൊരു നാട്ടയ്ക്ക് തീരുമെന്ന് തോന്നുന്നില്ല. സാറാ, എന്നാ പോവല്ലേ? ഇവര് കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കട്ടെ. കുടുംബത്തിനുള്ളിലെ കാര്യത്തിൽ കുടുംബത്തിലല്ലാത്തവരിടപെടുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോ. എന്നാ പോട്ടെ ലോയറെ. അച്ചോ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഷാൽ വി മൂവ് ഫോർവേഡ് വിത്ത് ദ ലോ? നിങ്ങളെല്ലാവരും ഒന്ന് ശാന്തരാകും. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടുത്തു ചാടി നമ്മളൊന്നും ചെയ്യണ്ടിപ്പോ. ബട്ട് ഫാദർ, ഐ നീഡ് ടു കീപ് ഹാന സേഫ്. എനിക്കൊരു പപ്പയും അമ്മയും ഉണ്ടെന്നറിഞ്ഞതാണോ അച്ചു ഇതിനെല്ലാം കുഴപ്പം? ഒന്നും അറിയണ്ടായിരുന്നു. എനിക്ക് മാത്രം സേഫ് ആവണ്ട. അങ്ങനെ ഒന്നെങ്കിൽ ഇതിനൊരു ഫുൾ റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ഡേവിഡ്, സ്റ്റോപ്പ് ദ കാർ. ഡൊമിനിക്, എനിക്കറിയണം എന്താ നമ്മുടെ തീരുമാനം. തീരുമാനം അറിയാനല്ലല്ലോ, കാണാനല്ലേ പോന്നേ. അച്ചോ, എന്താ പറഞ്ഞ? ജസ്റ്റിനും ഹാനയും നീ ഒന്നുകൂടെ ട്രൈ. കിട്ടുന്നില്ല. വി ആർ ട്രാപ്ഡ്. ജസ്റ്റിൻ, റിയലി ട്രാപ്ഡ്. ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും നമ്മൾ ഒന്നിച്ച്. ഞാൻ നിനക്ക് മുമ്പേ ഒരു വാണി തന്നതാണ്. ആ കംപ്ലൈന്റ് പിൻവലിച്ചിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാ പൊക്കോളാൻ. പക്ഷേ നീ അത് കേട്ടില്ല.
നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കളി ഇനി ഹാനിയോട് വേണ്ടെന്ന്. ഡു യു തിങ്ക് ദിസ് ഇസ് എ സൊല്യൂഷൻ? ചെക്ക, നീ എൻ്റെ അടുത്ത് തലമുക്കാറായോ? ഡേവിഡ്, സാറാ, വിട്ടോളെ. വേണ്ട, അവനൊന്നും ചെയ്യരുത്. അയ്യോ, ഒന്നും ചെയ്യില്ല. അവൻ നിന്റെ മുന്നിൽ കിടന്ന് ചാവുന്നത് നിന്നെ ഞാൻ കാണിക്കും. അത് നീ കാണണം. സാറയുടെ ഒരു വാശിയാണത്. എന്റെ പപ്പയെ കൊന്നിട്ട് സ്വത്തെടുത്തോണ്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ഓർത്തോണം. ഓ പാവം, കഷ്ടമായി പോയി. ഞങ്ങൾ അങ്ങ് പേടിച്ചു. നിന്റെ പപ്പ ഒരുത്തൻ കാരണമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് നീയൊന്നും ഇനി ലോകത്ത് വേണ്ട. ഡേവിഡേ, it's time to end everything. കൊല്ലടാ അവനെ. തീർക്കടാ അവനെ. വേണ്ട, അവനത് ചെയ്യരുത്. വിട്ടേക്ക്, please. Let him go. വാടിയോടെ. I'm sorry, Dominic. David is always loyal to the highest bidder. നിങ്ങൾ എന്താ വിചാരിച്ചേ? എന്റെ പപ്പയെ കൊന്നവരോട് ഹാന ക്ഷമിക്കുമെന്നോ? I know how to make loyalty with money. After all, I am a contractor. I'm sorry, Hannah. This is the end of the chapter. No more games and episodes. This is David's decision, and I'm going to end all of this. കൊള്ളാലോ അച്ഛാ. അച്ഛനത് കളിക്കാൻ അറിയാവോ? വെറുതെ ഒരു തമാശയ്ക്ക് പഠിച്ചു തുടങ്ങിയതാ. പിന്നെപ്പോഴോ ഇതിനോടൊരു താല്പര്യം തോന്നി. പ്രൊഫഷണലായിട്ട് കുറച്ച് കോമ്പറ്റീഷനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കുറേ നാളെ ഇതൊന്നും എടുത്തിട്ട്. വരട്ടെ, അവസരം വരുമ്പോൾ നമുക്കെടുക്കാം. വാവ്, ഡൊമിനിക്കേ, നീ ചാകുന്നതിന് മുമ്പ് ഇതുകൂടി കേട്ടോ. അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ എന്ത് ജന്മമാണ് എൻ്റേതെന്ന്. ജന്മം കൊണ്ട് ഞാനൊരു പാപിയായിരിക്കാം, പക്ഷെ ഇന്ന് കർമ്മം കൊണ്ട് ഞാനൊരു ദൈവപുത്രനാടാ. എൻ്റെ മക്കൾക്ക് വേണ്ടി. ശരിയാ, എനിക്കെൻ്റെ പെങ്ങളെ രക്ഷിക്കാൻ പറ്റിയില്ല, എൻ്റെ കൂട്ടുകാരനെയും. പക്ഷെ ഇവരെ രക്ഷിക്കണം എനിക്ക്. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാത്തിനെയും ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. അന്തസ്സോടുകൂടി ജയിലിൽ പോകാനും എനിക്ക് പേടിയില്ല. ഡൊമിനിക്കേ, നീ കാണുന്നത് ഇല്ല.
നിന്നെ ഞാൻ കൊല്ലില്ല. നീ ജീവിക്കണം. ഈ വേദനയോടെ നീ ഇനിയും ജീവിക്കണം. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കണം ഇനിയുള്ള നിന്റെ ജീവിതം. വാ മക്കളെ, വാ. ഈ ജന്മം കൊണ്ട് എനിക്ക് ചെയ്യേണ്ടത് ഇതായിരിക്കാം. എൻ്റെ മീരമോൾക്ക് വേണ്ടി, എൻ്റെ ആൻഡ്രൂസിന് വേണ്ടി, നിങ്ങളുടെ നല്ലതിന് വേണ്ടി. എനിക്ക് അച്ഛനെ കാണണമായിരുന്നു. വേണ്ട ഹാന, ഇപ്പം നിങ്ങളെ കാണാൻ അച്ഛന് കഴിയില്ല. നിങ്ങൾ രണ്ടാളും നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കൂ. അത് കേൾക്കാനായിരിക്കും അച്ഛനിഷ്ടം. ജസ്റ്റിൻ, ടേക്ക് കെയർ ഓഫ് ഹാന. ഐ വിൽ സീ യു സൂൺ. മോനെ, എഴുന്നേക്ക്. ഡൊമിനിക്, എനിക്കറിയാം നിനക്ക് പോകാൻ കഴിയില്ലെന്ന്. നീ തിരിച്ചു വരും നമ്മുടെ മകനിലൂടെ. ഹായ്, ഹനയല്ലേ? ആരാ? മനസ്സിലായില്ല. ഞാൻ സാമുവൽ. ഒരുപക്ഷെ മോൾക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷെ മോളുടെ മരിച്ചുപോയ മമ്മി മീരയ്ക്ക് എന്നെ നന്നായിട്ടറിയാം. ഞാൻ സാമുവൽ തോമസ്, സാറാ ഡൊമിനിക് പാറപ്പറമ്പത്തിൻ്റെ ഒരേ ഒരു ചേട്ടൻ. ഇത് മോൾക്കുള്ളതാ. ഇവിടെ ഒന്നിനും ഒരു മാറ്റമില്ലല്ലോ ഹാന. The game is still on. You look at it, then you reprove, then coming and holding it. Okay. കിട്ടുമോ? ഇത്ര. So that means ഇവിടെ വന്നിട്ട് നീ 2 step ഇതുണ്ടോ? എന്നിട്ടാണ് നോക്കുന്നത് ആക്ച്വലി. Okay. You got it? Okay. See. I'll try. Show me. തിരുമൊരു തരി പൊൻവേലിന്നരിയ മൃദു സംഗീതമായി കതിരണിഞ്ഞ കിനാവുകൾ എൻ ഹൃദയ വീണതൻ താളമായി അലയുമൊരു ചെറു തെന്നലിന്നലിവോടെയൊന്നു പുണരവേ പുളകമണിയുമൊരാവിൻ മതിപ്പോ നിലാവ് പൊഴിക്കയാ ഇനി കാലമെല്ലാം കാവലായി ചെറുകൂടി നിന്നൊരു നാഥനായി ചേർത്തു വയ്ക്കാം
കൂടാരം കൂടാകെ കനവുകൾ നിറഞ്ഞ